ഏയ് ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ വളകാപ്പാണ്. വളകാപ്പ് എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ആയിട്ട് ചെറിയൊരു പരിപാടി വീട്ടിൽ വെച്ച്. അപ്പം എനിക്ക് ഇടാനുള്ളതെല്ലാം കൊണ്ട് എന്റെ നാത്തൂൻ ദാ വരുന്നു. അപ്പൊ ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പൊ നാത്തൂൻ അത് എന്നെ കൈമാറി അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് എന്നെ അങ്ങോട്ട് റെഡി ആക്കി. അപ്പം ഞാൻ എന്തായത് കുറെ നാളുകൂടി പ്രഗ്നന്റ് ആയിട്ട് ഇപ്പോഴാണൊന്ന് ഒരുങ്ങിയത്. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം അങ്ങനെ ഒരുങ്ങിയിട്ടേ ഇല്ല. കാരണം എന്ന് പറയുമ്പം എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. അതുപോലെ ഡോക്ടറും ഇത് കണക്കൊക്കെ ഓരോന്നൊക്കെ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് അന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയത്. അങ്ങനെ എന്താണ് നമ്മള് അപ്പം അവിടെ പോയി ഇരിക്കുകയാണ് റെഡി ആയതിനു ശേഷം. എന്തായാലും കുറേ നാളുകൂടി സാരിയൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീല് പോലെ. അങ്ങനെ നമ്മൾ ആ ഐറ്റംസ് ഒക്കെ കൊണ്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ചെറിയ കുറച്ച് സ്നാക്സ് ഒക്കെ. അപ്പം അത്രയൊക്കെ തന്നെ നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ടാണ് നടത്തുന്നത്. അതുപോലെ ഫ്രണ്ട്സിന് ഏറ്റവും കൂടുതൽ എന്നെയും കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു ആഗ്രഹം ഇങ്ങനെയൊക്കെ നടത്തണമെന്ന്. അതും എൻ്റെ ഫസ്റ്റിൽ നടത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ സെക്കൻഡിനെയാണ് എല്ലാവരും കൂടെ നടത്തുന്നത്. അപ്പം അവരെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് 7 മന്തിൽ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം എനിക്ക് അന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും നടത്താൻ പറ്റിയില്ല. അപ്പം എനിക്കിപ്പം തന്നെ 35 വീക്സ് ആയി. അപ്പം അവർ പറഞ്ഞ് ഇനിയും വെച്ച് താമസിച്ച് ശരിയാകത്തില്ല എന്നും പറഞ്ഞാണ് നമ്മൾ ഇപ്പം നടത്തുന്നത്. അപ്പം എല്ലാവരെയും ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ നടത്തണമെന്നും. നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ടാണ് നടത്തുന്നത്. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയായിട്ട് അകത്ത് കയറി ഞങ്ങളിരുന്ന്. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മ്യൂസിക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫാത്തിമ എൻ്റെ അകത്ത് പറയുന്നത് കമോൺ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടി അതിരുന്ന് കഴിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ബിരിയാണി. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് കാണുമായിരിക്കും ഇതൊക്കെ ആദ്യത്തേനല്ലേ നടത്തുന്നത്, രണ്ടാമത്തേന് ആരെങ്കിലും ഒക്കെ നടത്തുമെന്ന്. ആദ്യത്തേനും രണ്ടാമത്തേലും എല്ലാം ഒന്നല്ലേ. അതിൽ ആദ്യത്തേനെ നടത്തുമ്പം രണ്ടാമത്തേനും പിന്നെ വിഷമമാവത്തില്ല. അപ്പോൾ പിന്നെ നടത്തിയല്ലേ പറ്റത്തുള്ളൂ. അതുപോലെ എൻ്റെതും ആദ്യത്തേന്നും വലിയ രീതിക്കൊന്നും നടത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിന് അന്നേ പോലെ ആഗ്രഹമായിരുന്നു എനിക്ക് എന്തെങ്കിലും പരിപാടി ഇടുമ്പോൾ നടത്തണമെന്ന്. അപ്പം അങ്ങനെ ഒരു കാത്തിരുന്ന് എനിക്ക് കിട്ടിയൊരു പരിപാടിയാണ് ഫസ്റ്റ് ടൈം എൻ്റെ ഇതൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കേക്കൊക്കെ മേടിച്ച് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ വിടുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡിന് വേണം നിങ്ങൾ ശരിക്കും നന്ദി പറയാം. ശരിക്കും പറഞ്ഞാൽ താങ്ക്സ്. ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിടുന്ന ഞങ്ങളെ ഹസ്ബൻഡിന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ താങ്ക്സ്. എന്തായാലും നമ്മളെ കാര്യത്തിലോട്ട് വരാം. പിന്നെ എന്താണ് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. അപ്പം ഇത് വലിയൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞങ്ങളെ ഫ്രണ്ട്സ് അതും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ രീതിയിൽ നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.